ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് നമുക്കൊരു ചെറിയൊരു റെസിപ്പി നോക്കിയാലോ? വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മലയാളത്തിൽ നമ്മൾ കൂന്തൽ മീൻ എന്നാണ് പറയുന്നത് അല്ലേ? കന്നഡയിൽ നമ്മൾ ബൊണ്ടാസ് എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു മീനാണ്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ അത് കുക്ക് ചെയ്തെടുത്തു. പക്ഷെ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഓർത്തു ആ റെസിപ്പി ഞാൻ നിങ്ങളോടൊത്തൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ എടുത്തത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പം എനിക്കിത് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇത് ഭയങ്കര പണിയുള്ള മീനാണല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇത് ക്ലീനൊക്കെ ചെയ്ത് വന്നപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത് ചെറുതായിട്ട് അതിൻ്റെ മേളിലൊരു തോല് പോലുണ്ട്. അതൊന്ന് ജസ്റ്റ് ക്ലീൻ നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് വരും. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പോലെ ഒരു ചെറിയൊരു പൈപ്പ് പോലെ ഉണ്ട്. അതും കൂടെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ റെഡിയാക്കിയൊക്കെ വരാം. ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാട്ടോ. ഞാനത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തു. നമുക്കതൊരു സുക്ക മീൻസ് ഗ്രേവി ടൈപ്പാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം അതിനനുസരിച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്തു. സംഭവം കുറേ കാണുമായിരിക്കും, നമുക്ക് കുറേ ഫിഷ് പോലെ കണ്ടു. പക്ഷേ അതെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോൾ സാധനം കുറച്ചേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിനൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കോനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതൊക്കെ ഒന്ന് തിരുത്തി അടുത്ത വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ കറക്ഷൻസൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ തുടക്കമായിട്ടൊന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒത്തിരി ആവശ്യമാണ്. നിങ്ങൾ പറയുന്ന പോലെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഈ റെസിപ്പിക്ക് മസാല പൗഡറൊന്നും യൂസ് ചെയ്യാതെയാണ് ചെയ്തത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് മല്ലി, ജീരകം, കുറച്ച് പുളി, പിന്നെ ഉണക്കമുളക് മാത്രമാണ് യൂസ് ചെയ്തത്. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തു. ഇനി വേറെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷിനെ അങ്ങോട്ട് ഇടാം. വെള്ളമൊന്നും കൂട്ടണ്ട, നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് നല്ലപോലെ വെള്ളം ഇറങ്ങുന്ന ഒരു മീനാണിത്. ഞാനിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്കിത് മൂടി വെച്ച് ഒന്ന് ജസ്റ്റ് ബോയിൽ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, എന്തോരം വെള്ളമാണ് അതിൽ നിന്ന് വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് പോലും വെള്ളം യൂസ് ചെയ്യാതെ നമ്മൾ ഈ മീൻ പ്രിപ്പയർ ചെയ്യണമെന്ന്. ഒരു ഹാഫ് കുക്കൊക്കെ ആയി. ആക്ച്വലായിട്ട് ഞാൻ കരിവേപ്പില ഇടാൻ മറന്നുപോയി. ഞാൻ ഇപ്പോഴാണ് ഇട്ടത്. നിങ്ങൾ ഓർക്കും കറി ഏറ്റവും ലാസ്റ്റാണ് കരിവേപ്പില ഇടുന്നത്, മറന്നുപോയതായിരുന്നു. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്
നമ്മൾ നേരത്തെ വറുത്ത ആ മസാല ക്രഷ് ചെയ്തിട്ടുണ്ടെന്ന് അതിന് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. ആ വെള്ളം പറ്റുന്ന വരെ നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്യണം. കാരണം നല്ലതായിട്ട് ഡ്രൈ ആയി കിട്ടിയാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാകും. ജസ്റ്റ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിത് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ വെള്ളം എല്ലാം പറ്റിയാലേ നമുക്ക് ആ ഒരു കറി നല്ല ഒരു ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മുടെ കൊറിയാൻഡർ ലീഫും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് നമ്മുടെ ബോണ്ടാസ് ഫിഷിനെ ഫ്രൈ ചെയ്യാൻ വെച്ച് ജസ്റ്റ് നമ്മുടെ ഫിഷ് ഫ്രൈയുടെ മസാലയും കൂടെ ഇട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചതാണ്. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.